ഹലോ ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ലങ്കാവി കറങ്ങാൻ വേണ്ടി പോവാം. ഇന്ന് നമ്മൾ സ്കൈ ബ്രിഡ്ജ് ക്യാബ് അങ്ങനെ കുറേ പരിപാടിയുണ്ട്. നമുക്ക് എല്ലാം കാണാം. നമ്മളിന്ന് കുറച്ച് തിരക്കിട്ട് പോവാം. കാരണം അവിടെ മഴയൊക്കെ പെയ്താൽ നമുക്ക് ബ്രിഡ്ജിൻ്റെ മേലെ കയറാൻ പെർമിഷൻ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ നേരത്തെ റെഡിയായി, നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ജസ്റ്റ് ഒരു ഇന്ന് എടുത്തതാണ്. ഇന്ന് ഞങ്ങളുടെ ആനിവേഴ്സറിയാണ്. അപ്പം ജസ്റ്റ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി കേട്ടാ. കുറേ പ്രാവശ്യം മറന്നു കഴിഞ്ഞു. അപ്പോൾ ഓക്കെ. ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്ന് തന്നെ വരുന്നുണ്ട് പെട്ടെന്ന് വന്ന്. എയർപോർട്ടിൽ നിന്ന് അടുത്തുനിന്നായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്യാബ് കിട്ടും. താങ്ക് യു. നമ്മളിവിടെ എത്തി. ഇത് ഓറിയന്റൽ വില്ലേജ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെയാണ് സ്കൈ ക്യാബും സ്കൈ ബ്രിഡ്ജും ഉള്ളത്. അപ്പം നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്തിൻ്റെ വ്യൂ കാണിച്ചതാ. അവിടെയാണ്. ഓക്കെ. പക്ഷെ മേലുണ്ടല്ലോ സ്കൈ ക്യാബ്. ഒറ്റ മണിൻ്റെ മേലെയാണ് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടത്തേക്ക് ക്യാബുണ്ട്.
ബോട്ടം. ഗ്ലാസ് ബോട്ടം. ഇതാണ് ടിക്കറ്റ്. കയ്യിലിടേണ്ട സാധനം ടാഗ്. ഇത് നോൺ സ്റ്റോപ്പ് ഇല്ലാണ്ട് ഇങ്ങനെ ആരും ഇല്ലാത്തോണ്ടാ. നമ്മുടെ 44.29 ഫീറ്റ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ വ്യൂ കാണുന്നുണ്ടോ? കാണാമല്ലോ. ഇതാണ് മറ്റേ പെറ്റ് സ്റ്റേഷൻ. പെറ്റ് സ്റ്റേഷൻ ഇവിടെ കുറെ ചെറിയ കുതിര. എല്ലാം ഒന്നിച്ചല്ലേ. ആക്ച്വലി സ്ഥലത്തിന്റെ പേര് ഒരേണ്ടർ വില്ലേജ്. ഒരേണ്ടർ വില്ലേജിനാണ് ഈ പറഞ്ഞ സ്കൈ ബ്രിഡ്ജും ക്യാബും പെറ്റ് സ്റ്റേഷൻ പിന്നെ 6 ബാക്കി നോക്ക് കടല്. വാ ഞാനെല്ലാം ആക്കുന്നത്. നമ്മൾ ആക്ച്വലി കുത്തനെയാണ് കേറുന്നത്. നമുക്കത് ഇങ്ങനെ ക്യാപ്ചർ പോകണ്ടേ. നമ്മൾ ആ കുത്തനെ അറിയില്ല. എന്റെ അമ്മോ, ഇവിടെ നിന്ന് ആരും പൊട്ടി മേടിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടി വീണിട്ടുണ്ടെങ്കിൽ തീർന്നു. ലങ്കാവിയിൽ കാണുന്നതാണ് സ്കൈ വോക്ക്. ഗ്ലാസ് ബ്രിഡ്ജാണത് പൊതുവെ. ആ, ഗ്ലാസ് ബ്രിഡ്ജാണ്. അപ്പം നമുക്ക് ഏറ്റവും ഇതേ വ്യൂ ആണ്. ഇപ്പൊ താഴെ നോക്കി കഴിഞ്ഞാൽ കിട്ടുന്നൊരു വ്യൂ ആണ്. ആ, പക്ഷെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ പോകുന്നല്ലേ. അവിടെയാണ് അവർ ഈ ആക്ടിവിറ്റീസ് മൊത്തം വെച്ചിട്ടുള്ളത്. ഭയങ്കരല്ലേ ആക്ച്വലി ഇങ്ങനെയൊക്കെ. മലേഷ്യയിൽ മാത്രം വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ലങ്കാവി കാണാൻ മറക്കരുത്. ലങ്കാവിൽ എന്തായാലും വരണം. അവിടെ വെച്ച് മലയാളികളെല്ലാം കണ്ടേട്ടോ. സമാധാനത്തിന് ടോപ്പിലെത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഭാഗ്യം വെച്ചാൽ മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിന്ന് ഫുൾ വ്യൂ കാണാൻ പറ്റി. ആ ഒരു അവസരം നമുക്ക് കിട്ടി. എന്നാൽ ഇന്ന് രാത്രിയാണ് ഇവിടെ മഴയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ വരുന്നതിന് ഒന്ന് ചെക്ക് ചെയ്യണം. ക്ലൈമറ്റ് ചെക്ക് ചെയ്തിട്ട് മാത്രമേ എനിക്ക് വരാൻ പറ്റുള്ളൂ. അത് മഴയാണെങ്കിൽ ഇതിനുള്ളിൽ കയറാനുള്ള പ്രതീക്ഷയില്ല. ആ കാണുന്ന വൈറ്റ് അതാണ് ആ ഒരു ബ്രിഡ്ജ് കാണുന്നുണ്ടോ, അതാണ് സ്കൈ ബ്രിഡ്ജ്. നമ്മൾ ആക്ച്വലി ഇനി ഈഗിൾ നെസ്റ്റ് വാക്കിലേക്കാണ് നടക്കേണ്ടത്. ഈഗിൾ നെസ്റ്റ് സ്കൈ വാക്ക്. Where are you from? India. Oh, India. Come to holiday? Yep. Yeah. We visited Kuala Lumpur first. And then? Wow. Nice actually, from buildings to nature. Yeah. Okay, thank you. Thank you. Enjoy. Thank you.
Can I see a ticket? How many of you? Just a second. Yeah, how many? Let them finish first, later your turn. Okay. കുറേ ആള് ക്ലാസ്സിന് മൂന്ന് വിചാരിച്ചിട്ട് പേടിച്ച് കഴിയാം. എന്നാ ഇതിന്റെ മുകളിൽ ചവിട്ടാൻ പാടില്ലേ? എൻ്റെ മുകളിൽ Amy, 影一張我企住佢。 ഇവിടെയുള്ള ചില ആൾക്കാർ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവർ പറയും വീഡിയോ എടുക്കാൻ പാടില്ല. നമ്മൾ അങ്ങനെ നോക്കിയിട്ട് എടുക്കണം. ഇവിടുത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മളിനി സ്കൈ ബ്രിഡ്ജിലേക്ക് പോകാനാണ്. അവിടുന്ന് വേറൊരു ഗ്ലാസ് കൊണ്ടുള്ള കിട്ടും, അതും ഇൻക്ലൂഡഡ് ആണ്. വീഡിയോ എടുക്കുന്നത് The boundless Andaman Sea stretches out into infinity, its tranquil waters shimmering under the golden sun. A breathtaking vista inviting travelers to lose themselves in the embrace of its beauty. On the right, the world's longest curved bridge stands as a spanning ആക്ച്വലി ഈ നമ്മളെ സ്കൈ ക്യാബില്ലേ, ഇങ്ങനെ നമ്മൾ ആദ്യം വന്നത് കുത്തനെ ചെയ്യുന്നത്. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കുത്തനെയുള്ള ക്യാബിൾ കാർ കയറ്റം ഇവിടെയാണ്, നമ്മുടെ ലങ്കാവിയിൽ. നമുക്ക് ഇതിലൂടെ വന്നു കഴിഞ്ഞാൽ നടന്നിട്ട് കാട്ടിലോട്ട് പോയിട്ട് ആ സ്കൈ ബ്രിഡ്ജിലേക്ക് പോകാൻ പറ്റും. ഇനി അതെല്ലാം നടക്കാൻ പറ്റൂല എന്നാണെങ്കിൽ ഇത് പെയ്ഡ് ആയിട്ട് എടുക്കാം. ഈ സ്കൈ ഗ്ലൈഡ് എന്ന് പറഞ്ഞ സ്കൈ ഗ്ലൈഡാണ് ഇത് ആക്ച്വലി. അപ്പം നമുക്ക് നടക്കാൻ വിചാരിച്ച് അവിടെ നിൽക്ക് വഴി നേരെ താഴെ നടക്കാം. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. ഇതേപോലെ നമ്മൾ തിരിച്ച് കയറുകയും വേണം. അപ്പം നമ്മൾ സ്കൈ ബ്രിഡ്ജിൻ്റെ മേലെയുള്ള അടിപൊളി വ്യൂ. നമ്മൾ ആക്ച്വലി സ്കൈ ക്യാബൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് നടന്നിട്ടാണ്. ഫുള്ള്
ഫുള്ള് വേർത്തടിച്ച് അപ്പം കുറച്ച് എക്സസൈസ് എല്ലാം എടുത്തിക്കണം. ചൂടാണ്. അല്ല എക്സസൈസ് ഒക്കെ എടുത്തിട്ടേ അന്ന് പ്രിപ്പയർ ആയിട്ടുള്ള ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ എന്നെ പോലെ ഇങ്ങനെ കിടക്കും. ഇവിടെ അല്ലേ ഷാറുഖ് ഖാൻ്റെ ഏതൊരു സിനിമ ഷൂട്ട് ചെയ്തേ? ഡോണിന്റെ ഏതോ ഫൈറ്റ് സീനോ നോണാണോ? നോണിന്റെ ഏതാണ്? ഏതോ ഒരു ഫൈറ്റ് സീൻ ആണെന്തോ. ഫൈറ്റ് സീന്. ഓക്കെ, ഫൈറ്റ് സീൻ ഇവിടെ എവിടെയോ ആണ് ഷൂട്ട് ചെയ്തത്. ഞാൻ പിന്നെ ഹിന്ദി മൂവി ഫാനൊന്നുമല്ല, ജസ്റ്റ് കണ്ടിട്ടില്ലായിരുന്നു വരുമ്പോൾ. ചെറുതായിട്ട് മഴ വരുന്നുണ്ട്, അപ്പോൾ കുഴപ്പമില്ല. നല്ല മഴയൊന്നും പെയ്തിട്ടില്ല. അങ്ങനെ പെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സോറി നല്ല മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഉള്ളത് ലങ്കാവിലുള്ള പെനാങ് ബീച്ചിലാണ്. ഇവിടെ നല്ല അടിപൊളി നമ്മളെ ഇന്ത്യയിലുള്ള ഇന്ത്യയിൽ നമ്മുടെ നാട്ടിലുള്ള ബീച്ച് പോലത്തെ ബീച്ചൊന്നുമല്ല. നല്ല ബ്ലൂ കളറുള്ള നല്ല അടിപൊളി ബീച്ച്. അപ്പോൾ ഇന്ന് ഏകദേശം നമ്മൾ ലങ്കാവി കവർ ചെയ്യുന്നല്ലേ. ലങ്കാവി നമ്മുടെ സ്കൈ ബ്രിഡ്ജ്, ക്യാബ്, സ്കൈ ഡോം, സ്കൈ മലേഷ്യയിൽ വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഇവിടെ ഒന്നും ഇല്ല അയച്ചത്. അവിടെ വരാം ഇന്ത്യ വരുമ്പോൾ ഞാൻ പറയാം ഇതിനപ്പ ഇങ്ങനെ കുറേ ഇങ്ങനെ പോകുന്നൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അടിപൊളി. ഞാൻ ഇപ്പൊ മാറ്റി എത്ര പ്രാവശ്യം പറഞ്ഞാ മലേഷ്യ അടിപൊളി. അതെ, ഇൻഡിവിജ്വലി വരികയാണെങ്കിൽ നല്ലതായിരുന്നു അല്ലേ. ഗ്രൂപ്പ് അതെ, അങ്ങനെ ആകുമ്പോൾ കുറെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക. അല്ലാതെ ഗ്രൂപ്പൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു അതെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ കാണിക്കാം. ടെമ്പിള് ഒക്കെ കാണിക്കാം. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മുടെ ബീച്ചിൽ ഇപ്പൊ ഫയർ ഷോ അങ്ങനെ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് നോക്കിട്ട് കാണാൻ പറ്റുവാണെങ്കിൽ നമ്മളത് കാണും. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ദിസ് ഇസ് ഹണി ആൻഡ് ദിസ് ഇസ് വിനയ്. See you soon. Signing off.